ഒരു നെയിം ഫ്രെയിമിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു വൈറ്റ് കാർഡ്ബോർഡ് 23x29 സെൻറ്റിമീറ്ററുള്ള ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് 4 പോയിൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ മറ്റേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ 4 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ട് ലൈന് വരക്കാം. അപ്പോൾ വളയാനൊന്നും പാടില്ല. എന്ന് വെച്ചാൽ നമ്മളെ ഫ്രെയിമിൻ്റെ കോണുകളുണ്ടല്ലോ, അത് നമ്മൾ മടക്കുന്ന സമയത്ത് ഇത് വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നീറ്റ്നെസ് ഇല്ലാണ്ട് കാണും. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ലൈന് കൃത്യമായിട്ട് വരയാം. അതിനുവേണ്ടി നമ്മൾ ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് തന്നെ ഈ ലൈന് വരക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കി ഈ കാർഡ്ബോർഡിൻ്റെ ബാക്കി 3 സൈഡിലും കൂടി ഇതേപോലെ തന്നെ നമ്മൾ ലൈന് വരച്ചിട്ട് വെക്കാം. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ ഇപ്പോൾ എല്ലാ 4 ഭാഗത്തും 4 സൈഡിലും ലൈൻസ് വരച്ച് കൊടുത്ത് ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ കോണിൽ വരുന്ന ഈ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ 4 ഭാഗത്തും വരുന്നുണ്ട്. അത് 4 കട്ട് ചെയ്ത് നമ്മൾ ഇന്നും ഒഴിവാക്കണം. അപ്പോൾ 4 കോർണറിനും ഈ ഒരു പോർഷൻ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ സ്കെയിൽ ആദ്യം വരച്ച് വെച്ചിട്ടുള്ള ലൈൻസില്ല അതിൻ്റെ മേലെ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ കാർഡ്ബോർഡ് മടക്കിയെടുക്കുക. അങ്ങനെ ഓരോ സൈഡിലുള്ള 4 ലൈനിലും സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊണ്ടുവരണം. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള 3 സൈഡും കൂടെ ചെയ്യാം. അപ്പോൾ 4 സൈഡ് ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം തിരിച്ച് ഉള്ളിലേക്ക് വെച്ചിട്ടും ഒന്ന് അതേപോലെ തന്നെ മടക്കി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അതിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. നിർബന്ധമില്ല, ഒറ്റ സൈഡിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ചെയ്തതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള 3 സൈഡും കൂടി ഇങ്ങനെ മടക്കി കൊണ്ടുവരണം. അപ്പോൾ 4 സൈഡും മടക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് സൈഡ്സ് സെലക്ട് ചെയ്യാം. അതിൽ ഇതേപോലെ 1 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് ലൈന് വരക്കാം. ഇങ്ങനെ ഓപ്പോസിറ്റ് 2 സൈഡിൻ്റെ 4 കോർണറിൽ ഇതേപോലെ തന്നെയുള്ള ഓരോ സെൻറ്റിമീറ്ററിൻ്റെ അളവെടുത്തിട്ട് ലൈന് വരച്ചു കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും 1 സെൻറ്റിമീറ്റർ ഇടവിട്ടുള്ള ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ വരുന്ന രണ്ടാമത് വരുന്ന കള്ളി, ഉള്ളിൽ നിന്ന് രണ്ടാമത് വരുന്ന ആ കള്ളിയിൽ പിന്നെ നമ്മൾ 1 സെൻറ്റിമീറ്റർ അളവ് എടുത്തിട്ടില്ല, അവിടെ ഒരു ചെരിഞ്ഞ ലൈന് വരച്ച് കൊടുക്കും. എന്നിട്ട് ആ ഭാഗം അവിടെ വെച്ച് ബാക്കി നമ്മൾ അത്രയും ഭാഗം ഫസ്റ്റിൻ്റെ അവിടെ വരെയുള്ള ഭാഗം അവിടെ വെക്കുക. പിന്നെ എന്നിട്ട് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കാണിക്കുന്ന പോലെ അറ്റത്തുനിന്ന് നമ്മൾ ചെരിച്ച് വെച്ച ആ വരെയുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മൾ ഫ്രെയിമിൻ്റെ കോർണറിൽ ഒരു ചെരിഞ്ഞിട്ടുള്ള ജോയിൻ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ കട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കള്ളിയിൽ ആദ്യത്തെ മടക്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത് വരുന്ന കള്ളിയിലാണ് നമ്മൾ ചെരിച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെരിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് പാരലായിട്ട് കൊടുക്കുക. പിന്നെ വരുന്ന 2 മടക്കിലും നമ്മൾ വരച്ച് വെച്ച ആ ഒരു കള്ളി കംപ്ലീറ്റ് കട്ട് ചെയ്യാം. ഇതിൻ്റെ മേലേക്ക് ബ്ലാക്ക് കാർഡ് സ്റ്റോക്ക് 15x21 സെൻറ്റിമീറ്ററുള്ള ഒരു കാർഡ് സ്റ്റോക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഏത് കളറും എടുക്കുക കേട്ടോ, ഇഷ്ടമുള്ള കളർ എടുക്കുക. അപ്പോൾ കാർഡ് സ്റ്റോക്ക് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ കട്ടിങ് ഒന്നും ചെയ്യാത്തുള്ള ആ 2 സൈഡില്ലേ, ആ 2 സൈഡാണ് നമ്മൾ ആദ്യം മടക്കി വെക്കേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും അറ്റത്ത് പിന്നെ ഗ്ലൂ ആക്കി കൊടുക്കാം. എന്നിട്ട് ആ ഗ്ലൂ ആക്കിയതിന് ഉള്ളിലേക്ക് പിന്നെ ഈ കാർഡ് സ്റ്റോക്കിൻ്റെ മേലിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഗമ്മാക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ 2 സൈഡും കൂടി ചെയ്യണം. അപ്പോൾ ഈ 2 സൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം മടക്കി വെച്ചിട്ടുള്ള പിന്നെ ബോർഡർ ഒന്ന് പുറത്തേക്കൊന്ന്
തള്ളി കൊടുക്കുക. പുറത്തേക്ക് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അത് ഇതിനെ അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലാതെ അതിൻ്റെ ഇടയിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വൃത്തിയിടാവും. അപ്പോൾ ആദ്യം മടക്കി വെച്ച രണ്ടിനെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പുറത്തേക്ക് തള്ളി വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഫ്രെയിം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അതിന്മേലെ പേര് എഴുതാനുണ്ട്. അപ്പോൾ ഞാനൊരു പേപ്പറിൽ, വൈറ്റ് പേപ്പറിൽ പെൻസിൽ കൊണ്ട് പേര് എഴുതി എടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് ബ്ലാക്ക് കളർ കൊണ്ട് ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന അവിടെയും കൂടെ ഒന്ന് നല്ലോണം കറുപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പേരിൽ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതൊന്ന് ആടെ ഇവിടെയൊക്കെ ഒന്ന് കറുപ്പിച്ച് എടുക്കാം. അപ്പോൾ പേര് സെറ്റായി. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യൽ ജസ്റ്റ് അങ്ങനെ ഒരു നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് അങ്ങ് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് ആദ്യം ചെയ്ത് വെച്ച ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് 2 പേര് വരുമ്പോൾ ഫസ്റ്റ് പേര് കുറച്ച് ലെഫ്റ്റിലേക്കും മറ്റേത് അങ്ങോട്ട് റൈറ്റിലേക്കൊന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനെയല്ല നമ്മൾ സാധാരണ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് ഭംഗിയുണ്ടാകുക. ഇനി ഇതിൻ്റെ 2 കോണിലും ഞാനോരോ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ.